up on you. You're making me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. I will give up on you. Give up on you. Give up on you. I close my eyes to feel. Oh baby, you're making me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. You're making me stronger. Every night I want you. Tonight I feel heartless. I won't give up on you. Yeah, 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 yeah. Yeah, 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 yeah. Yeah, 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 yeah. Give up on you. Yeah, 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 yeah. Yeah, 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 yeah. Yeah, 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 yeah. I give you my world. Only you I deserve. And then you smile, you make me stronger. Wherever you go, you feel me next to you. And in my arm, make you feel stronger. Yeah, 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 yeah. Yeah, 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 yeah. Yeah, 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 yeah. I give you my world. Only you I deserve. Coming over, and then you smile, come make me stronger. ഭാഗ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ അനുഗ്രഹിക്കപ്പെടാൻ സ്തോത്രം. പ്രഭാതത്തിൽ സവിധപ്പെടുത്തു വരുവാൻ കൃപ നൽകിയല്ലോ. അവിടുന്ന് നാഥനായി നല്ലവനായി ഞങ്ങൾ നടത്തുകയായിരുന്നു. ഞങ്ങൾ നാട്ടോട് നടത്തുന്ന വാർത്ത സ്തോത്രം ചെയ്യുന്നു. നല്ലവൻ എന്നറിയിച്ചറിയും അവരെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങൾ തന്നെ ശരണപ്പെട്ട്
കർത്താവെ ആശ്രയിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും സഹായിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ അനുഭവങ്ങളോട് കൂടെ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രഭുകളും ആലോചനകളോടും പുറത്തു തരുന്നതിന് ഞങ്ങളെ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇതിനോളം ഞങ്ങളെ തുണച്ച് കർത്താവെ ഇനി തുണിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. കർത്താവോളം ഞങ്ങളെ കൊണ്ടുവന്നുവാൻ കർത്താവെ ഞങ്ങളെ വലിയ വിശേഷാൽ കർത്താവിൻ്റെ അവിടുന്ന് കഴിഞ്ഞ നാളുകളിൽ പ്രത്യേകിച്ച് ഡ്രോയിൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സഹായിച്ചു. ഇത് കർത്താവ് വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്കായി അവിടുന്ന് എല്ലാ അനുഗ്രഹങ്ങളും ശരീരങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവം മുന്നമേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ട് സ്വർഗം പൊട്ടിച്ചെടുക്കുന്ന വിവാഹ ബന്ധങ്ങൾ അത് ഭൂമിയിൽ ആഘോഷിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഈ ഭവനത്തിലെ കർത്താവെ അവിടുന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ വേണ്ടി പ്രായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ പ്രത്യേകം വെച്ചുമായിട്ട് പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ കർത്താവിന്റെ മക്കൾക്ക് കഴിഞ്ഞ നാളുകളിൽ അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ കൊടുത്ത കുടുംബത്തിലേക്ക് കുടുംബ ജീവിതത്തിലെ കർത്താവെ പ്രേമനായിട്ട് സ്തോത്രത്തിന്റെ ജനം മുതിർന്നവരെ കർത്താവെ അവനെ പഠിക്കുവാനും പഠിച്ച് ജോലിയൊക്കെ സമ്പാദിക്കാൻ നാട്ടോട് നടത്തി പുതിയ ഒരു ജീവിത അനുഭവത്തിലേക്ക് കർത്താവെ ഇന്നത്തെ മക്കളെ ദൈവത്താൽ കൂടി ചേർക്കപ്പെട്ട കുടുംബ ജീവിതത്തിൽ അന്ത്യം വരെ നിലനിൽക്കുന്ന ധന്യമായ ബന്ധങ്ങളും മാതൃപരമായ വിവാഹ ജീവിതത്തിലും ഞങ്ങളുടെ കഴിവും ഞങ്ങളുടെ സമ്പാദ്യവും ഞങ്ങളുടെ സമ്പത്തോ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കർത്താവെ സൗന്ദര്യമോ ഞങ്ങളുടെ പാണ്ഡിത്യമൊന്നുമില്ലല്ലോ തമ്പുരാന്റെ കൃപയാണല്ലോ. അവിടുത്തെ കർത്താവിന്റെ മക്കളെ ഇതിന്റെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ യാത്രക്കാരി സ്വർഗീയ സാന്നിധ്യം നാട്ടോട് നടത്തുന്ന വലിയ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഇന്നത്തെ സൽക്കാരത്തെ കർത്താവെ ഇന്നത്തെ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സാങ്കേതികമായ കാര്യങ്ങളും എല്ലാം പ്രാർത്ഥിക്കുന്നു. എല്ലാമേക്കും അനുഗ്രഹമായി സഹായിക്കും. എല്ലാത്തിനും ഒരിക്കൽ പഠിച്ചോ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഭാവന സാന്നിധ്യം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിന്റെ സമസ്ത കാര്യങ്ങളും ചെയ്യുവാൻ ഞങ്ങൾ എപ്പോഴും സഹായിക്കും. ഞങ്ങളെ കഥാവിശ്വാസം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നവരുടെ അവിടെ കേൾക്കുമാറാകണമേ. സത്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിവാഹ ജീവിതത്തിൽ പ്രിയ ഈ ഭവനത്തോടും നാം ായി പ്രിയങ്ക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴുകളും കുടുംബജീവിതങ്ങളോടൊപ്പം ധന്യമായ അനുഗ്രഹമായ സഹായിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാകട്ടെ. You have my heart, and I am yours forever. You are my strength, God of grace and power. And everything you hold in your hand, still you make time for me. I can't understand. Praise you, God of earth and sky. How beautiful is your unfailing love, unfailing love. And you never change, God, you remain the Holy One. And my unfailing love, unfailing love. You are my rock, the one I hold
in my unfailing love, unfailing love. And everything you hold in your hand, still you make time for me. I can't understand, still I praise you, God of earth and sky. How beautiful is your unfailing love, unfailing love. And you never change, God, you remain the Holy One in my unfailing love, unfailing love. I will praise you, God of earth and sky. How beautiful is your unfailing love, unfailing love. And you never change, God, and you remain the Holy One in my unfailing love, unfailing love, unfailing love, unfailing love. മാർത്തോമാ സുറിയാനി സഭയുടെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധിപനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫിലിക്സനോസ് എപ്പിസ്കോപ്പ തിരുമേനിയാവുന്നു. അഭിവന്യ തിരുമേനിയെ ഏറ്റവും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. വന്യ വൈദിക ശ്രേഷ്ഠരെയും മണവാളനെയും മണവാട്ടിയെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഗായക സംഘത്തെയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവം എല്ലാവരും ഈ ശുശ്രൂഷയിൽ ആദ്യോടൊന്നും സംബന്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ആമംഗല്യാശീർവാദം എന്നും കേൾക്കുന്നിതാ. ആമംഗല്യാശീർവാദം
ക്രൈസ്തവ ദമ്പതിമാർ തമ്മിൽ ചേരും നേരം, ക്രൈസ്തവ ദമ്പതിമാർ തമ്മിൽ ചേരും നേരം, വിശുദ്ധനാം പ്രിയേകൻ തൻ കൃപ ചൊരിയും, വിശുദ്ധനാം പ്രിയേകൻ തൻ കൃപ ചൊരിയും. ദീപങ്ങൾ കിരീടം വെച്ചങ്കു നിൻ പാതേ, ദീപങ്ങൾ കിരീടം വെച്ചങ്കു നിൻ പാതേ, ക്രിസ്തന്മാണവാക്കിയ സൗഭാഗ്യം ചേരട്ടെ, ക്രിസ്തന്മാണവാക്കിയ സൗഭാഗ്യം ചേരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടിതാവേ നിനക്ക് സ്തുതി, പാപികളായ ഞങ്ങളുടെ കൃപ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിരക്ഷണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാക്കുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ മണവാളൻ ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും മണവാളൻ പൂർണ്ണതപ്പെടുകയും മണവാട്ടി പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ തന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുവാനായിട്ട് തന്നെ ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
മനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവ എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽസേവകരായി തിരുമുൻപിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാൻ രക്ഷകവലം കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ. തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്യൻ വാനോർ ഭൂവാസികൾ വന്നീ ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ അതിൻ്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും വാജിപ്പുകാത്ത നല്ല മഹിമയും നിരന്തരം നിലവിലായി ഇപ്പോഴും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കവാതിൽ രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്ന് പഴുതുകളെ വെടിപ്പാക്കുകയും ഭൗവാസഭ വിവാഹം നിശ്ചയിക്കുകയും താനതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും വിളച്ചപിശാചികളുടെ അടിമയിൽ നിന്നതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാതമ്പുരാന് തൻ്റെ അടിയാരുടെ മോതിരവാഴ വിശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ
ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവ്രതവും വെളിപ്പുള്ള ദേഹികളെ തനിക്ക് വാത്സല്യം നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠനിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടുവിലാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളവും വിശ്വാൻ ഇവരെ യോഗ്യതകളാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യം ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യ നിർമ്മല കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രം ഇവർ കലേറ്റുമാറാകണമേ. തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന വിശുദ്ധിമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ നിശ്ചയത്തിൻ്റെ ലക്ഷ്യമായ മോതിരത്തോടുകൂടെ കൃപയും നിന്റെ കണ്ണെ വഴും നിന്നെ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ് നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. ശുശ്രീകന്മാരുടെ കയ്യിൽ നിന്നും പോലെ ബഹുമാനമുള്ള വന്യപിതാവിൻ്റെ കയ്യിൽ നിന്നും ഐച്ഛ്യത്തിൻ്റെ ലക്ഷ്യമായ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിൻ ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹം നിശ്ചയിച്ചിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോട് കൂടെ സ്വർഗീയ വാഴ്വുകൾ തന്നെ ഇവർക്ക് നൽകട്ടെ. അടക്കപതുക്കം കൊണ്ട് ഇവരെ തനലങ്കരിക്കട്ടെ. ഇസഹാക്കിൻ്റെ റബേക്കയുടെ വിവാഹ നിശ്ചയം പുന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണരാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളത്തെ സന്തോഷിപ്പിക്കട്ടെ. പഴുക്കവും നാശവും വരാതെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ തന്നെ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിപാടിയിൽ കൂടിയും ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിൻ്റെ ദുർബലാവസ്ഥ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, അതിനുശേഷം മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാവികളുമായതിൻ്റെ അടിയറായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ.
അതിൽ ഇവിടെ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളുമായി വിളിവർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന അതിന് ശ്രീവായാലി മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ നീ വർഷിപ്പിക്കുകയും ചെയ്യണമേ. മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നേ ഭാഗ്യം. രാജസുതൻ എനിക്കായി നൽകി സർവം എനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്ദിക്കും വിഗ്രഹഭക്തി ചുറ്റി ചെന്നേ. അഷ്ടം വഞ്ചകനാം ദുഷ്ടനു രക്ഷകനാം ഈശോയെ സ്തോത്രം. യോഗ്യത തന്നവനൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ. ആയുധമെന്നെ ചാർത്തിതാൻ മാംസം രക്തം മോദീരാമാ. ഇട്ടു തന്നാൽ വീരലിന്മേൽ മണവാളൻ താൻ സൂര്യനൊപ്പം. മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ. വിരുന്ന സകല തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 30,000 60,000 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ താൻ നിങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീഭാരാപ്പകൾ നിങ്ങളോട് ഇരുന്ന് തിന്മ വെട്ടവരിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എന്നേക്കും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അഴകാം മണവാള അൻപിനുടയോനേ കരുണാസാഗരമേ ആശിഷമരുളണമേ. നവദമ്പതിമാരിൽ കരുണകൾ ചൊരിയണമേ. നവദമ്പതിമാരിൽ കരുണകൾ ചൊരിയണമേ. പുതിയ കുടുംബത്തിൻ നാന്ദി കുറിച്ചിടാ. കൈത്തിരി തെളിയട്ടെ കാന്താ തവ പ്രഭയാ. പുതിയ കുടുംബത്തിൻ നാന്ദി കുറിച്ചിടാ. കൈത്തിരി തെളിയട്ടെ തവ പ്രഭയാ. നിയതം താതാ ഇതം പോൽ മരുവീടാ. വീതിയൊരുക്കണമേ ഇവരെ നയിക്കണമേ. വീതിയൊരുക്കണമേ ഇവരെ നയിക്കണമേ. അഴകാം മണവാള അൻപിനുടയോനേ കരുണാസാഗരമേ
സാഗരമേ ആശിഷമരുളണമേ നവദമ്പതിമാരിൽ കരുണകൾ ചൊരിയണമേ നവദമ്പതിമാരിൽ കരുണകൾ ചൊരിയണമേ. ഈ നവവല്ലരിയിൽ മോദം പൂവണിയാ സൗഭാഗ്യം കനിയൂ പുതുജീവൻ പകരൂ. ഈ നവവല്ലരിയിൽ മോദം പൂവണിയാ സൗഭാഗ്യം കനിയൂ പുതുജീവൻ പകരൂ. അന്ത്യം വരെയും നിൻ ചിറകടിയിൽ അമരാ കൂടെ വസിക്കണമേ ആശ്രയദായകനാ കൂടെ വസിക്കണമേ ആശ്രയദായകനാ. അഴകാം മണവാള അൻപിനുടയോനേ കരുണാസാഗരമേ ആശിഷമരുളണമേ നവദമ്പതിമാരിൽ കരുണകൾ ചൊരിയണമേ നവദമ്പതിമാരിൽ കരുണകൾ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞുപോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണമുറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പൂർവന്മാരായ വിശുദ്ധ പിതാക്കന്മാരെ അനുഗ്രഹിച്ചതായ ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും മണവാളൻ്റെയും മണവാട്ടിയുള്ളെയും ആവശ്യപ്പാനായി താഴെയുള്ള ഗീതങ്ങൾ പാടുന്ന സമയം അത് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി മണവാളും മണവാട്ടിയും തൻ്റെ താൻ വണങ്ങി കുരിശു വരയ്ക്കണം. ജനങ്ങൾക്ക് ദേവാ കൃപ ചെയ്യണമേ എന്ന പ്രവാക്യമായി പാടുകയും ചെയ്യാം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. ഹൗവായെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. അബ്രാം സാറായെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ.
റഫക്കായെന്നവരെ വാഴ്ത്തിയ സർവേശ്വരൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. യാക്കോബ് റാഹേലെന്നവരെ വാഴ്ത്തിയ സർവേശ്വരൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. ബെത്ലഹേമിൽ യോസേഫിന്റെ വാഴ്ത്തിയ സർവേശ്വരൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. കർത്താവേ, ന്യൂനമൊന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പന ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ ദർശനം ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും വാഞ്ഞു പോകാത്ത നല്ല മഹിമയും നിരന്തരം നിരവല്ലായ്പ്പോഴും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭവും തൻ്റെ ബാലാക്കന്മാർ സുഖാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനമടച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്വമില്ലാത്ത വചനവും ധാരാളമായ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെയും കരുണ ചെയ്ത് തൻ്റെ അടുക്കലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതിനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിൻ്റെ സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷാപൂർണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും പ്രയലോടും കൂടെ തന്നെ മഹതീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അക്തിമന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ചിളകുകയും അവർ ഇനിയുമായ തൻ്റെ കരുണയുടെയും അപരമയമായ തൻ്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമാകുന്ന ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദൈവയുടെ ചിറകിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടിയോടുവാനും ആത്മീക നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപം മരണമുള്ളവയിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താൻ്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീക മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദോഷിക്കുന്നവരും
നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീ ആകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ചതിയൻ പുത്രി നീയ സുന്ദരി ബഹുസുന്ദരി ശ്രീമോൻ രാജൻ തിരുസഭയാം നിന്നെ വർണ്ണിക്കുന്നു. കാട്ടകൾ നിൻ ആധരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി നീസാൻ കുസുമം പോൽ. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മശിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹാലേലൂയ ഓ ഹാലേലൂയ ബാരക്കുമോ. പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന്. സ്നേഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മിശിഹായുടെ സ്നേഹത്തെ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മിശിഹാ തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായ മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായ തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങൾ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹാലേലൂയ്യ ഓ ഹാലേലൂയ്യ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടെ ഞങ്ങളെ യോഗ്യതരാക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവനുമാകുന്നു നമ്മുടെ രക്ഷയായ തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹം നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാവിൽ ജനപ്പെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നമ്മുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഈ വചനങ്ങളെ പറഞ്ഞിരുന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദിയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരത്തിൻ്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരിത്തൻ സൗഖ്യമാക്കി. പരീശന്മാർ തൻ്റെ അടുക്കൽ നിന്നെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുവനെൻ്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവരവരെയാണ് പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. ഈ
കിരീടങ്ങളും വിവയ്ക്കപ്പെടുന്ന തലകളും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ലവോലം ഓൽമിൻ വനിൽ നിന്നോരു മകുടം കർത്തൻ തൻ കയ്യാലിറങ്ങി മണവാളൻ ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. കഹനന്മാർ ദമ്പതികളെയും മുടിയാ മണവറയിൽ സന്തോഷിപ്പിക്കാം. Men smaya soya khanokes legazino yoye klilo de kumra soye berishe. അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൽ മുടിയേയും വാഴ്ത്തിയിടണമേ. വാനിൽ നിന്നോരു മകുടം കർത്തൻ തൻ കയ്യാലിറങ്ങി മണവാളൻ ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. നീതിയുള്ള കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ, നാശമില്ലാത്ത അലങ്കാരങ്ങൾ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിൻ്റെ സകല ശക്തിയും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തൻ തൻ കയ്യാലിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മുടിയാ മണവറയിൽ സന്തോഷിപ്പിക്കാം. Men smayo soya kanokes legal soyo ye klilo de kumro soye berisho. രക്ഷകൻ നീതിയിൽ മുടിയേ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മനോ സ്തോത്രം പാടിയിടുവിൻ. വാനിൽ നിന്നോരു മകുടം കർത്തൻ തൻ കയ്യാലിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. കർത്താവ്
കർത്താവ് നീതിയുടെ കിരീടത്തളം നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങൾ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിൻ്റെ മണവാത്മ കൊണ്ട് നിങ്ങളുടെ മണവാത്മയെ മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോട് കൂടെ ഇരുന്ന് അകൽക്കരസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച് ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച് അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ ഔസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് വന്യപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിന്മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രൈനിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഏദൻ തോട്ടത്തിനുടയോനേ എന്നെ വേൾക്കുവാൻ വന്നവന്നേ ഈളം കാറ്റത്തു കൊണ്ടുപോകാം. ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനേ എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ വിശുദ്ധനാം സത്യമണവാള കരുണ ചെയ്തെന്നിൽ ശരണം നീയേ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻ വകയാൽ വിളിച്ചെന്നേ നീ. ദേവസുതനെ വലങ്കൈ നീട്ടി വാഴ
വാഴ്ത്തിടണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൽ മുടിയേയും നീ വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരവർ നാമത്തിൽ നീ. വാഴ്ത്തുക ഇവരിൽ ജീവിതകാലം വെളിവിൽ ലോകേ നീ. നിൻ ജനവും എന്നേക്കും വാഴ്ത്തപ്പെടണം. വാഴ്ത്തിടണമേ ഇഹ പരലോകെ വാഴ്വാലിവരെ നീ. വാഴ്ത്തിടുക നിൻ അടിയാർ വായ്കളിൽ സ്തുതിയെ നാഥ നീ. വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. നമുക്ക് വാത്സല്യമുള്ളവരെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയം വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരുടെ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെയും സ്ലീവായുടെ മുൻപാകെയും യോഗത്തിൻ്റെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളറിയാത്തവരുടെ മുൻപാകെയെല്ലാം അറിയുന്നവൻ്റെ മുൻപാകെ അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇതുമുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ നാം ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കിവിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുമെന്ന സകലത്തിൽ നിന്നും നാം കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നെന്നെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്ന് ആവസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലം കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തര് അവനവൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം ഏത് വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോടെല്ലാവരോടും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവ് ഇന്ന് മുതൽ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ പദവിയും ചുമതലയും അത്രേ. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയിൽ ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നുവല്ലോ. ദൈവമാകും നിങ്ങളെ കൂട്ടിച്ചേർത്തത്. ദൈവസ്നേഹത്തിൻ്റെ മഹാത്മ്യമാകുന്നുള്ള അനുഭവിക്കുന്നത്. ആ സ്നേഹത്തിൽ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും നിങ്ങൾക്കിടയായിത്തീരണം. ദൈവിക വിശ്വാസത്തിൽ അടിയുറച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അനുഗ്രഹ ജീവിതം നയിപ്പാനായിട്ട് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ ദൈവഭയത്തിലും സഭാവിശ്വാസ അടിസ്ഥാനത്തിലും അവരെ വളർത്തേണ്ടതായ വലിയ ചുമതലയും നിങ്ങൾക്കുണ്ട്.
പ്രിയ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലാണ്. നമുക്ക് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം കൃപയാൽ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രദാനം ചെയ്തു. ഈ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം നൽകുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് ആവശ്യമാകുന്നു. ലഭിച്ചിരിക്കുന്നതായ കഴിവുകൾ, താലന്തുകൾ, ധനം, സമയം, ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ കർത്താവ് എത്ര വലിയവൻ, ദൈവം എത്ര വലിയവനെന്ന് മനസ്സിലാക്കി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനുഗ്രഹ ജീവിതം നയിപ്പാനിടയായിത്തീരണം. അനുഗ്രഹ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതും ഏറ്റവും ആവശ്യമാകുന്നു. ക്രൈസ്തവ ദാനധർമ്മം, മറ്റുള്ളവരെ കരുതുന്നതായ നമ്മുടെ മാതൃക, ഇത് പിതാക്കന്മാരിലൂടെയും മാതാക്കളിലൂടെയും നമ്മൾ വളർത്തിയെടുക്കുന്നതായ ഒരു ദൈവിക അനുഭവമാണ്. ഇത് കാത്തുസൂക്ഷിപ്പാനായിട്ട് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാകുന്നു. തിരുവചന ധ്യാനത്തിലൂടെ കർത്താവുമായിട്ടുള്ളതായ ബന്ധത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ ആരാധനയിലും ക്രമമായി സംബന്ധിച്ച് ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്നവരായിരിക്കണം. അതിന് സഹായകരമായി ഈ സത്യവേദപുസ്തകം ഈ സമയത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവുമായിട്ടുള്ളതായ ബന്ധത്തിൽ അനുഗ്രഹ കുടുംബജീവിതം നയിപ്പാൻ, അന്ത്യത്തോളം ദൈവത്തിൽ ആശ്രയി ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഏവർക്കും പങ്കുചേരുവാൻ നീ നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബ്രയനെയും ലിൻഡാനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ ഇത്രത്തോളമുള്ള ജീവിതത്തിൽ നീ കൂടെ ഇരുന്നല്ലോ. പഠനത്തിൽ, ജോലി രംഗങ്ങളിൽ, എല്ലാ ആവശ്യങ്ങളിലും നീ കൂടെ ഇരുന്നു. ഇന്ന് അവർ ഒരു കുടുംബമാക്കി നീ തീർത്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ ആശ്രയിച്ചുകൊണ്ട്, നിന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തുടർന്നും അവരുടെ കുടുംബജീവിതം നയിക്കുവാൻ അവരെ സഹായിക്കണം. എല്ലാ ആവശ്യങ്ങളും അവരുടെ കൂടെ ഇരിക്കണം. പ്രിയപ്പെട്ടവർ ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നേതൃത്വം നൽകിയ അഭിവന്ദ തിരുമേനിയും ബഹുമാനപ്പെട്ട പട്ടക്കാരെയും ഓരോരുത്തരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിലും കൂടെ തിരുനാമം മഹത്വപ്പെടണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നത് ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. റൂഹായിക്കിടന്ന ശുശ്രൂഷയിൽ ഒരുങ്ങുമെന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദവും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിവന്ദ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ തിരുമേനിയോട് തെളിയൂർ ശാലയും മാർത്തോമായുടെ വീടും പ്രിയ കുടുംബാംഗങ്ങളുടെയും പ്രായൻ്റെയും ലെൻറ്റുവിൻ്റെയും കുടുംബാംഗങ്ങളുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. Showers of blessing, this is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again. Over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for
we plead. Then shall be showers of blessing. Oh, that today they might fall. Now as to God we're confessing. Now as on Jesus we call. Showers of blessing. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. എത്രയും ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ക്ഷണം സ്വീകരിച്ചെത്തിയവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ഉച്ചവാക്കിൽ ബ്രയൻ്റെയും ലിൻഡുവിൻ്റെയും ഈ വെഡ്ഡിംഗ് റിസപ്ഷൻ ഫംഗ്ഷനിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധികം വൈകിപ്പിക്കാതെ നമുക്ക് മണവാളനെ മണവാട്ടിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ബ്രയൻ ആൻഡ് ലിൻഡു, പ്ലീസ്. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ഈ ഒരു റിസപ്ഷൻ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അവസരത്തിൽ ബ്രയൻ്റെയും ലിൻഡുവിൻ്റെയും ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രയൻ്റെ ഗ്രാൻഡ് പേരൻസ് വളക്കുഴി സ്വദേശത്ത് ബേജാനും, അതുപോലെ അന്നമ്മ തോമസും, അതുപോലെ ബ്രയൻ്റെ പപ്പ ബിനു, ബ്രയൻ്റെ മമ്മി എലിസബത്ത്. ഞാൻ സ്വയം പരിചയപ്പെടുത്താൻ, ഞാൻ ബ്രയൻ്റെ അനിയനാണ്. അതുപോലെ തന്നെ ലിൻഡുവിൻ്റെ ഫാമിലി, മദർ ലീലമ്മ, ചേച്ചി എൽഡർ സിസ്റ്ററാണ് ലിമൻ ചേച്ചി, പിന്നെ ബ്രദർ ഇൻ ലോ സിജോ ചേച്ചൻ, അതോടൊപ്പം തന്നെ അവർക്കൊരു മകളാണ് ജിയോണ. അവരെ ഈ സമയത്തേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യും.
Brightness and prosperity are the symbols of light. It is a positive force that removes darkness. Light is a divinity of life which shows the right direction of life. അടുത്തതായിട്ട് ഒരു ലാമ്പ് ലൈറ്റിംഗ് സെറമണിയാണ്. അതിനായിട്ട് ആദ്യമേ ദീപം തെളിയിക്കുന്നതിനായി ബ്രയനെയും ലിൻഡുവിനെയും ക്ഷണിക്കുന്നു. അതിനുശേഷം പേരൻസും മറ്റു കുടുംബാംഗങ്ങളും കൂടെ ചേർന്ന് ദീപം തെളിയിക്കുന്നത് ഈ സമയത്ത് അറിയിക്കുന്നു. ആദ്യം ബ്രയനും ലിൻഡു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗ്ഗപിതാവേ, ഇത്രത്തോളം ഈ ഒരു ശുശ്രൂഷയിൽ കൂടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ബ്രാനെയും ജാനെയും അനുഗ്രഹിക്കണം, പ്രിയപ്പെട്ട ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെ പ്രവർത്തിച്ച കരങ്ങൾ വാഴ്ത്തണമേ. ഭക്ഷിച്ച് ബലം പ്രാപിച്ചതിന് വേണ്ടി ജീവിക്കുക ഞങ്ങളേവരെയും സഹായിക്കണമേ.
tears to your eyes, and all that surround you are secrets and lies. I'll be your strength, I'll give you hope, keeping your faith when it's gone. The one you should call was standing here all alone. And I will take you in my arms and hold you right where you belong, until the day my life is through. This I promise you. This I promise you. I've loved you forever, in lifetimes before, and I promise you never will you hurt anymore. I give you my word, I give you my heart. This is a battle we won, and with this vow, forever has now begun. Just close your eyes. I come before you today. There's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name and thank you, Lord. I just want to thank you, Lord. Thank you, Lord. Well, I just want to thank you, Lord. Thank you, for all you've done in my life. You took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. Yes, you did. You took my sickness and healed all my pain. ഈ മധ്യാഹ്ന വേളയിൽ ദൈവസന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്കിടയാക്കിയ ജീവിതത്തിൽ നിർണായകമായ ജീവിതം അനുഗ്രഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷം നിറഞ്ഞ ഭാവിയെയും കണ്ടെന്ന്
ദൈവമേ, ഒന്നായാൽ നന്നായി, നന്നായാൽ നന്നായി, നന്നായി കഴിയുക, നന്നായി കഴിയുക. ഞങ്ങളെ അനുഭവത്തിൽ ജീവിക്കാൻ ദൈവമേ അവിടെ നേടാൻ ഇടയാക്കണമെന്ന് ദൈവകൃപയിൽ അവരെ പരിപാലിച്ചുകൊണ്ട് അതേറ്റവും അനുഗ്രഹം ലഭിച്ച മാർഗമായി നല്ല മാർഗവും തീർച്ചയായിട്ടും പുതിയ സംരക്ഷണം അവിടുത്തെ കരങ്ങളാൽ ബലപ്പെട്ട ശക്തിയെ എന്നാൽ ഞാൻ ഹോട്ടലുകൂടെ മുമ്പോട്ട് പോകുവാൻ അവരെ കാത്തുകൊടുക്കാൻ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ എല്ലാ പ്രതിസന്ധികളിലും അനന്തരമായ ദൈവത്തെ തങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തീരുമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന സഹോദരങ്ങൾ കാത്തിരുന്നു ആ ശുഭമുഹൂർത്തത്തിൽ സന്തോഷമായ അനുഗ്രഹം ദൈവം തന്ന നല്ല കാലാവസ്ഥയ്ക്ക് നല്ല അനുഭവങ്ങൾക്ക് നല്ല മാർഗങ്ങൾക്കെല്ലാം യാത്ര ചെയ്യുന്ന മാർഗങ്ങൾ അവിടുത്തെ മനസ്സിലായിരിക്കുന്നു. യാത്ര ചെയ്യുന്ന വാഹനങ്ങളൊക്കെ അവിടുത്തെ ഞാനും മഹത്വം എടുത്തത് യേശുവിൻ്റെ വീട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ശിക്ഷയായി ഞങ്ങളുടെ കൂടെ ഇപ്പോൾ യാത്ര